ഇന്ന് ഗോൾഡിൽ ഒരു ട്രേഡ് നമുക്ക് നോക്കാം. ഗോൾഡിൽ ഓൾറെഡി 50 മിനിറ്റ്സ് IDX എടുത്തിട്ടുണ്ട് മാർക്കറ്റ്. അതുമല്ല 50 മിനിറ്റ്സിൽ ഡൗൺ ട്രെൻഡുമാണ്. 50 മിനിറ്റ്സ് IDX എടുത്തതിന് ശേഷം പിന്നെയും മുകളിലേക്ക് പോയിട്ട് ഒരു 5 മിനിറ്റ്സ് IDX ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് രണ്ട് ഏരിയയിൽ നിന്ന് ട്രേഡ് എടുക്കുക. ഒന്ന് ഒരു IDX ഉണ്ട് അവിടെ, 5 മിനിറ്റ്സ് IDX ടാപ്പ് ചെയ്ത് അതിൻ്റെ ഹൈ ഒക്കെ എടുക്കുമ്പോൾ എടുക്കുക വേണമെങ്കിൽ, ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്തിട്ട് എടുക്കുക അവിടുന്ന്. അല്ലെങ്കിൽ ആ ഒരു സ്വിംഗ് ഹൈ ഉണ്ട് കുറച്ചും കൂടി മുകളിലായിട്ട്, അതിൻ്റെ മുകളിൽ വരുമ്പോഴും എടുക്കുക. രണ്ട് ഏരിയയിൽ നിന്ന് ട്രേഡ് എടുക്കുക. നമുക്ക് നോക്കാം രണ്ടും. നമുക്ക് ഫസ്റ്റ് തന്നെ ആ ഒരു ഏരിയയിൽ നിന്ന് തന്നെ ട്രേഡ് എടുക്കാം. ഇനി അഥവാ അതിൽ SL ആണെങ്കിൽ നമുക്ക് അതിൻ്റെ മുകളിൽ നിന്ന് കൊടുക്കാം. ഇനി അഥവാ അവിടുന്ന് ഡയറക്റ്റ് ടാർജറ്റിലേക്ക് വരികയാണെങ്കിൽ നോക്കാം. നമുക്ക് അങ്ങനെ രണ്ട് ഓപ്ഷനും ചെയ്യാം. അപ്പോൾ ഈ ഒരു ഏരിയയിൽ എത്തുന്നവരെ നമുക്ക് അത്യാവശ്യം നല്ല 1:7 പോയിൻറ്റ് സംതിങ് 8ൻ്റെ റേഞ്ചിൽ ടാർജറ്റ് ഉണ്ട് അവിടെ. 1:8 ഉണ്ട് ടാർജറ്റ്. ഓക്കെ, നമുക്ക് ഏരിയയിൽ എത്തുമ്പോൾ ഒരു ട്രേഡ് കൺസിഡർ ചെയ്യാം. ഇത് നമ്മൾ പ്രീവിയസ്ലി മാർക്കറ്റ് ബിഹേവ് ചെയ്ത രീതിക്ക് അനുസരിച്ച് എങ്ങനെ ട്രേഡ് ചെയ്യുന്നത്. 50 മിനിറ്റ്സ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തതിനു ശേഷം 5 മിനിറ്റ്സ് ഉണ്ടാക്കി, ചില സമയത്ത് ലിക്വിഡിറ്റിയിൽ നിന്ന് പോകും, അല്ലെങ്കിൽ ഡേഴ്സിങ് ഹൈ നിന്ന് പോകും. അങ്ങനെ രണ്ട് രീതിയിൽ നിന്ന് പോകാറുണ്ട്. അപ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. നമ്മുടെ എൻട്രി ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്കൊരു സെല്ല് ചെയ്യാം. ഒരു 0.1 ആണ് ഞാൻ സെല്ല് ചെയ്യുന്നത്. ഓക്കെ, സെല്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ സ്റ്റോപ്പ് ലോസും ടാർജറ്റും പെട്ടെന്ന് കൊടുക്കാം. ഓക്കെ, ഇവിടെ കാണാം പൊസിഷന് സെല്ലായിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് SL ഇവിടെ സെറ്റ് ചെയ്യണം, അതുപോലെ ടാർജറ്റും സെറ്റ് ചെയ്യണം. ലിക്വിഡിറ്റി എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ട്രേഡ് ചെയ്യുന്നത്. 32.59, 32.63 അല്ല, ഒരു മിനിറ്റ്, 32.58 എൻട്രി വരുന്നത്. 59 റേഞ്ചിലാണ്. 32.62 കൊടുക്കാം. 2800 റേഞ്ചിലാണ് ലോസ് വരിക. അത് ചെറിയ SL കൊടുത്തത്, കാരണം ഇൻ കേസ് അത് SL അടിക്കുകയാണെങ്കിൽ ആ ഒരു സ്വിംഗ് ഹൈയിൽ ചില സമയത്ത് സ്വിംഗ് ഹൈ ടാപ്പ് ചെയ്യാതെ താഴേക്ക് തന്നെ വരും. അപ്പോൾ നമുക്കത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ടാർജറ്റ് കൊടുക്കാൻ 32.15. ഇനി ഇതിൽ SL അടിക്കുകയാണെങ്കിൽ മാത്രം നോക്കി. ഇനി അതുപോലെ ചിലപ്പോൾ അവിടുന്ന് ഡയറക്റ്റ് പോവുകയാണെങ്കിൽ ഓക്കെ, ഡയറക്റ്റ് താഴേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് അടിപൊളി. ഓക്കെ, പിന്നെ നമുക്ക് ആ ഒരു എന്താ പറയുക, ആ ഒരു ട്രേഡ് എടുക്കണ്ട. ഇനി അഥവാ ആ ഒരു സ്വിംഗ് ഹൈയിലേക്ക് എത്തുകയാണെങ്കിൽ മിക്കവാറും SL പോകും നമ്മുടെ, കാരണം 32.60, 62 റേഞ്ചിലൊക്കെ ഉണ്ട് അവിടെ. കാരണം മാർക്കറ്റ് പല സമയത്തും പല രീതിയിലാണ് ബിഹേവ് ചെയ്യുക. നമുക്ക് അങ്ങനെ നമ്മളൊരു പാറ്റേൺ ഉണ്ടാക്കുക, അതിലിങ്ങ് ട്രേഡ് ചെയ്യാമെന്ന് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. ഗോൾഡിൽ കുറച്ചും കൂടി എന്താ പറയുക, ഇത് ഒരു വലിയ ട്രേഡാണ്. അത് വലിയ ടാർജറ്റൊക്കെ വെച്ചിട്ടുള്ള ട്രേഡാണ്. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഇല്ല ആ ഒരു ഏരിയയിൽ തന്നെയാണ് 722, 723 റേഞ്ചിലൊക്കെ പ്രോഫിറ്റ്. ലോസാണ്, സ്പ്രെഡാണ് ഇതിലധികം വരിക. കാരണം നമുക്കൊരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ അതിൽ വേറെ ബ്രോക്കറേജ് കാര്യങ്ങളൊന്നും ഇതിൽ പിടിക്കില്ല. ആ ഒരു സ്പ്രെഡിൽ വരുന്ന ചെറിയ ചാർജാണ് XNSൽ പിടിക്കുക. അപ്പോൾ ആർക്കെങ്കിലും XNSൽ ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ എൻ്റെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് ലിങ്ക്. അത് ക്ലിക്ക് ചെയ്ത് 2 മിനിറ്റ് കൊണ്ട് തന്നെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അതിലിതുപോലെ ചെയ്ത് പഠിക്കുക. എന്നിട്ട് റിയൽ മണിയൊക്കെ ഇട്ടിട്ട് ഡെമോ ട്രേഡൊക്കെ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ പറഞ്ഞില്ല, ട്രേഡിങ്ങിൽ എപ്പോഴും നമുക്ക് വേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരു ടൈം നമ്മൾ എന്താണോ പ്രീ പ്ലാൻ ചെയ്ത് അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ളൊരു സ്കില്ല്. അവിടെ ടാർജറ്റ്, സ്റ്റോപ്പ് ലോസ് കാര്യങ്ങളിലൊക്കെ വലിയ ചേഞ്ചസ് ഒന്നും വരുത്താതെ എടുക്കുക എന്നുള്ളതാണ് ട്രേഡിങ്. അല്ലാതെ വലിയൊരു റോക്കറ്റ് സയൻസ് ഒന്നും ഇതിലില്ല. ഡിസിപ്ലിൻ ഉണ്ടാക്കി എടുക്കുക. അതുവരെ ചെറുതായിട്ട് ഡെമോ ട്രേഡൊക്കെ ചെയ്തെടുക്കുക. റിയൽ മണി ആണെങ്കിലും ചെറിയ പൈസ ഇടുക, വലിയ എമൗണ്ടൊക്കെ ഇട്ടിട്ട് കളയരുത്. ട്രേഡിങ്ങിൽ പെട്ടെന്ന് പൈസ പോകാനും കിട്ടാനും സാധ്യതയുള്ള ഏരിയ തന്നെയാണ്. അതിൽ ലിവറേജൊക്കെ കൊടുക്കുന്നതിനോട് ഇവിടെ SL ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട്. SL അടിച്ചിട്ടുണ്ട്. ആ ഒരു സ്വിംഗ് ഹൈ എടുത്തിട്ടുണ്ട്. സ്വിംഗ് ഹൈ എടുത്തതിനെ കൂടെ നമുക്ക് വേണമെങ്കിൽ ഒറ്റ അറ്റംപ്റ്റ് കൂടി ചെയ്യാം. ഈ ഒരു നമ്മളൊരു ദിവസം മാക്സിമം 2 ട്രേഡാണ്. ഈ രണ്ടാമത്തെ ട്രേഡും കൂടി SL അടിച്ച് കഴിഞ്ഞാൽ അന്ന് വേറെ ട്രേഡ് ഉണ്ടാവില്ല, സ്റ്റോപ്പ് ചെയ്യും. പിന്നെ നെക്സ്റ്റ് ഒരു ഓപ്പർച്യൂണിറ്റി 50 മിനിറ്റ്സ് ലിക്വിഡിറ്റി ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ നോക്കും. ഇത് എന്തുകൊണ്ടാണ് അങ്ങനെ എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇവിടുന്ന് മാർക്കറ്റ് ഓവറോൾ ഗോൾഡിൽ 15 മിനിറ്റിൻ്റെ ടൈം ഫ്രെയിമിൽ സ്റ്റിൽ ബെയറിഷ് ആണ്. അപ്പോൾ നമുക്ക് അപ്സൈഡിലേക്കുള്ള ലിക്വിഡിറ്റി ടാപ്പ് ചെയ്യുമ്പോൾ ആളുകൾ മുകളിലേക്ക് പോകും എന്നുള്ള സമയത്താണ് നമ്മൾ താഴേക്ക് എടുക്കുക. ഒരു ഓപ്ഷൻ ട്രേഡും കൂടി ചെയ്യുക. സെയിം ക്വാണ്ടിറ്റി 0.1 ലോട്ട് ചെയ്തിട്ടുണ്ട്. സെയിം നമുക്ക് പെട്ടെന്ന് അതേപോലെ സ്റ്റോപ്പ് ലോസ് കൊടുക്കാം. നേരത്തെ നമ്മൾ 32, ഇപ്പോൾ നമുക്ക് എൻട്രി ഇട്ട് 31, 61, 65, നമുക്ക് 66 കൊടുക്കാം. നമുക്ക് ലോസ് 3800 വരും കേട്ടോ. ഈ ഒരു ട്രേഡിൽ ലോസ് വരികയാണെങ്കിൽ 3000. മറ്റേത് ടാർജറ്റ് 41,000 റേഞ്ചിലുണ്ട്. ഇതാണ് നമ്മുടെ ട്രേഡ്. ഇതിലും കൂടി SL ആണെങ്കിൽ പിന്നെ ഇന്ന് നമുക്ക് എന്താ പറയുക, പിന്നെ ട്രേഡ് ഉണ്ടാവില്ല. സമയം 12:27. നമ്മൾ 1000 റേഞ്ചിൽ പ്രോഫിറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. മാർക്കറ്റ് താഴേക്ക് വരുന്നുണ്ട്, പ്രോഫിറ്റിലാവുന്നുണ്ട്. നമ്മളിവിടെ മുകളിൽ നിങ്ങൾക്ക് കാണാം ക്യാപിറ്റൽ 62,000 ആയിട്ടുണ്ട്. ഓക്കെ,
ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഈ ട്രെയിനിൻ്റെ എന്തായി ടാർജറ്റാണോ SL ആണെന്നുള്ളത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ നെക്സ്റ്റ് ഡേ ആണ് മാർക്കറ്റ്. ഇന്ന് 13-ാം തീയതിയാണ് നമ്മൾ ട്രേഡ് എടുത്തത്. 14-ാം തീയതിയായി. നമ്മുടെ SL ഇതുവരെ അടിച്ചിട്ടില്ല. അപ്പോൾ ഓൾറെഡി നമുക്ക് 35,000 റേഞ്ചിൽ പ്രോഫിറ്റ് ആയിട്ടുണ്ട്. ക്യാപിറ്റൽ നിങ്ങൾക്ക് കാണാൻ 96,000 ആയിട്ടുണ്ട്. നമ്മുടെ ടാർജറ്റിൻ്റെ തൊട്ടടുത്താണ്. ടാർജറ്റ് എത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, മാർക്കറ്റ് ഈ ഒരു ട്രേഡിൽ തന്നെ ഒരുപാട് തവണ നമ്മൾ ട്രേഡ് 10,000 പ്രോഫിറ്റ് കാണിച്ചു, കോസ്റ്റ് പ്രൈസിലെത്തി 20,000 കാണിച്ചു, പിന്നെയും കോസ്റ്റ് പ്രൈസ്, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഷിഫ്റ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഞാൻ ആ SL-ഉം ടാർജറ്റും കറക്റ്റായിട്ട് ഫിക്സ് ചെയ്ത് നിന്നു എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ ട്രേഡിംഗ് വ്യൂവിൻ്റെ ചാർട്ട് ഇപ്പോൾ എന്തോ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. ട്രേഡിംഗ് വ്യൂ കറക്റ്റായിട്ട് എന്തോ വർക്ക് ചെയ്യാത്ത പോലെ. നമ്മൾ ആ ട്രേഡ് എടുത്ത ടൈമൊക്കെ ഞാൻ പ്രീവിയസ് ഡേയിൽ കാണിച്ചതാണ്. ആ സെയിം ഏരിയ ഒന്നുകൂടി ജസ്റ്റ് മാർക്ക് ചെയ്ത് തരാം. നമ്മൾ 13-ാം തീയതി, ഇന്ന് 14-ആണ്, 13-ാം തീയതി ഉച്ചയ്ക്ക് 12:20-16 റേഞ്ചിലാണ് ആ ട്രേഡ് വന്നത്. ഏകദേശം അതായിരിക്കും. ഇത് 5 മിനിറ്റ്സിലാണ്. 1 മിനിറ്റിലാകുമ്പോൾ ഒരു വലിയ ചാർട്ടാവും. അതുകൊണ്ടാണ് നമ്മുടെ ടാർജറ്റ് ഈ ഒരു ഏരിയയിലാണ് വെച്ചത്. ടാർജറ്റിൻ്റെ തൊട്ടടുത്താണ് ഇപ്പം. നമ്മൾ ഇവിടെ ചാർട്ടിൽ തന്നെ നിങ്ങൾക്ക് കാണാം എത്ര പ്രാവശ്യം 30,000 പ്രോഫിറ്റ് കാണിച്ചു, തിരിച്ച് കയറി കോസ്റ്റ് പ്രൈസിൻ്റെ അടുത്തെത്തി, വീണ്ടും 35,000 കാണിച്ചു. ഇപ്പോൾ ഇന്ന് രാവിലെ 14-ാം തീയതി ഇന്ന് രാവിലെ ഇതേപോലെ 35,000 റേഞ്ചിൽ പ്രോഫിറ്റ് കാണിച്ചിട്ട് വീണ്ടും 20,000-ലേക്ക് പോയതാണ്. അപ്പോൾ അങ്ങനെ മാർക്കറ്റ് റിവേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 35,000 കാണിച്ചപ്പോൾ ഞാൻ കോസ്റ്റ് പ്രൈസിലേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടി ട്രെയിൽ ചെയ്ത് കൊടുത്ത് ഇങ്ങനെ ചെറുതാക്കിയിട്ടുണ്ട്. പക്ഷേ അടുപ്പിച്ചൊന്നും ഞാൻ ട്രെയിലിംഗ് ചെയ്യാറില്ല. തൊട്ടടുത്ത് ട്രെയിലിംഗ് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും അടിച്ചു മാർക്കറ്റ്. എപ്പോഴും മാർക്കറ്റ് അറിയാലോ, ഒരു അപ്പ് സൈഡ് ഡൗൺ സൈഡ് അങ്ങനെ മൂവ്മെൻ്റ് ഉണ്ടാവും മാർക്കറ്റ്. അപ്പോൾ തൊട്ടടുത്ത് നമ്മൾ SL ട്രേഡ് ചെയ്യുന്നത് അത്ര ബുദ്ധിയല്ല. നമുക്ക് ഈ ഒരു ട്രേഡിൽ ടാർജറ്റ് അടിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ലോസ് 3,800, അതായത് നിയർലി 4,000 റേഞ്ചിലുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ 40,000 ആണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് നഷ്ടം വരുമ്പോൾ 4,000 രൂപേൻ്റെ അടുത്ത്, 3,800-ഉം പ്രോഫിറ്റ് വരികയാണെങ്കിൽ 40,000 റേഞ്ചിലുമാണ് ഈ ഒരു ട്രേഡിൽ നമ്മൾ പ്ലാൻ ചെയ്തത്. അപ്പോൾ അത്യാവശ്യം നല്ല റിസ്ക് റിവാർഡാണ് അതിൽ അല്ലേ. 1:10 എന്ന് പറഞ്ഞാൽ 1:10 എബോവ് ഉണ്ട് സത്യം പറഞ്ഞാൽ. കാരണം 3,800-ഉം 40,000 എന്ന് പറഞ്ഞാൽ 1:10 എബോവ് തന്നെ ഉണ്ട് ഈ ഒരു ട്രേഡിൽ. നമ്മളെ ടാർജറ്റ് എത്തിയിട്ടില്ല കേട്ടോ. സ്റ്റിൽ വെയിറ്റിംഗ് ആണ്. ടാർജറ്റ് നമ്മൾ കൊടുത്തു വെച്ചിട്ടുണ്ട്. ഇനി അതല്ല, ഞാൻ ആ IDX ടാപ്പ് ചെയ്തിട്ട് അതിൻ്റെ കുറച്ച് താഴെ ആട്ടോ വെച്ചത്. IDX ടാപ്പ് ചെയ്താൽ തന്നെ നമുക്ക് എക്സിറ്റ് ചെയ്യാം. IDX ടാപ്പ് ചെയ്താൽ തന്നെ എക്സിറ്റ് ചെയ്ത് ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഡൗൺ സൈഡ് ലിക്വിഡിറ്റിയാണ്. പക്ഷേ ഓവറോൾ മാർക്കറ്റ് ഡൗൺ ട്രെൻഡ് ആയതുകൊണ്ട് തന്നെ ലോവർ ലോൻ്റെ താഴെ ക്ലോസ് ചെയ്യാനും പോസിബിലിറ്റി ഉണ്ട്. ലോവർ ലോ എന്ന് പറഞ്ഞാൽ 32.08 പിന്നെ ഒരു 10 പോയിൻ്റൊക്കെ താഴെ പോകണം. പക്ഷേ നമ്മൾ ഇതൊരു 50 മിനിറ്റ്സിൽ ഡൗൺ സൈഡ് IDX ആണ്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ അവിടുന്ന് റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ റിസ്ക് എടുക്കണ്ട. പിന്നെ ഓൾറെഡി സമയം 5:30 നമ്മൾ ഒരു ട്രേഡ് ഒരു ദിവസമല്ല, 24 hours അല്ല, ഉച്ചക്ക് 13-ാം തീയതി ഉച്ചക്ക് 12:30 എടുത്ത ട്രേഡാണ്. അപ്പോഴും നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. വരുന്നുണ്ട്, ടാർജറ്റിലേക്ക് വരുന്നുണ്ട്. 32.17 ആയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ടാർജറ്റ് ഇപ്പം അടിക്കും. ഓവറോൾ നമ്മൾ 39,000, 1 lakh ആയി പ്രോഫിറ്റ് അല്ലേ. 1 lakh ആയി. 1 lakh നമ്മൾ ആ 50,000 സംതിങ് ഉള്ളായിരുന്നു ക്യാപിറ്റൽ അല്ലേ. 60-ൻ്റെ അടുത്ത് 60 റേഞ്ചിലായിരുന്നു. അതാണ് ഓൾമോസ്റ്റ് 40,000 എന്ന് പറയുമ്പോൾ 1 lakhൻ്റെ അടുത്ത് 38,000. പക്ഷേ ടാർജറ്റ് അടിച്ചിട്ടില്ല. വെയിറ്റിംഗ് ആണ്, വെയിറ്റ് ചെയ്യാണ്, സ്റ്റിൽ വെയിറ്റിംഗ്. ഗോൾഡിൻ്റെ ചാർട്ട് നമ്മൾ എപ്പോഴും ഇപ്പോൾ നിഫ്റ്റിയിൽ ഇന്നലെ എനിക്കൊരു ഇന്നലെ ടാർജറ്റ് അതിൻ്റെ പ്രീവിയസ് 2 ദിവസം SL തന്നെയായിരുന്നു. മാർക്കറ്റ് ഗോൾഡ് ഇന്ത്യൻ മാർക്കറ്റ് കുറച്ചും കൂടി നമുക്ക് ട്രേഡ് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി ഈസിയാണ് ഗോൾഡിൽ. പലപ്പോഴും മാർക്കറ്റ് തിരിച്ച് റിവേഴ്സൽ വന്നില്ല. തൊട്ടടുത്ത് നമ്മുടെ ലിക്വിഡിറ്റിൻ്റെ തൊട്ടടുത്ത് നിന്നാണ് റിവേഴ്സ് ചെയ്ത് 40,000 റേഞ്ച് പ്രോഫിറ്റ് ഉള്ളത് വീണ്ടും 35,000 ആയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ടാർജറ്റ് അടിച്ചിട്ടില്ല. അടിക്കാതെ നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റൂല എന്നുള്ള അവസ്ഥയാണ്. അടിക്കട്ടെ, കുഴപ്പമില്ല. നമ്മളെ സ്റ്റോപ്പ് ലോസൊക്കെ നമ്മൾ ഓൾമോസ്റ്റ് അങ്ങനെ സ്റ്റോപ്പ് ലോസ് നമ്മൾ 32.51 വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഇവിടുന്ന് ഒരു 30 പോയിന്റ് കയറി കഴിഞ്ഞാൽ നമ്മുടെ ട്രെയിലിംഗ് SL ഇറ്റാവും. അതായത് 8,000 ആയിരിക്കും നമുക്ക് പ്രോഫിറ്റ് കിട്ടുക. അഥവാ ഇനി ഇവിടുന്ന് ഈ ഒരു കറക്റ്റ് OB ഏരിയ എന്നൊക്കെ റിവേഴ്സ് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോവുകയാണെങ്കിൽ, അതായത് ഇനി മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കൊരു 8,000 നമുക്ക് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഉണ്ട്. ഈ ട്രേഡിൽ ലോസ് ഏതായാലും വരില്ല. പ്രോഫിറ്റ് വരികയാണെങ്കിൽ 1 lakh അപ്പോൾ ഉണ്ടാവും. ഇനി അതല്ല, ലോസ് ഉണ്ടാവില്ല. 8,000 എന്തായാലും പ്രോഫിറ്റ് ഉണ്ടാവും. കഴിഞ്ഞ ട്രേഡിൽ നമുക്ക് 3,000 അടുത്ത് ലോസ് വന്നിട്ടുണ്ട്. കാരണം ഈ ഒരു ട്രേഡ് നമ്മൾ 2 ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ഒരു ട്രേഡ് ചെയ്ത് SL അടിച്ച് ഉടൻ തന്നെ ആ ഒരു സിങ് ഹൈ ടാപ്പ് ചെയ്തപ്പോഴും നമ്മളൊരു ട്രേഡ് എടുത്തു. സെക്കൻഡ് ട്രേഡായിരുന്നു.
ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം 5:42 ഇപ്പോൾ വീണ്ടും 37,000 ആയിട്ടുണ്ട് പ്രോഫിറ്റ്. നമ്മുടെ ടാർഗറ്റ് എത്തിയിട്ടില്ല, വെയിറ്റിംഗ് ആണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു എൻ്റെ ക്യാപിറ്റലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ, അത് ശ്രദ്ധിക്കണം നിങ്ങളെല്ലാവരും. വെറുതെ ചെറിയ എമൗണ്ട് വെച്ചിട്ട് വലിയ ലോസിനും ഇതിനും ചെയ്യരുത്. അതായത് ഞാൻ ക്യാപിറ്റൽ ഇപ്പോൾ വെച്ചത്, അതായത് 0.1 ലോട്ട് ചെയ്യുന്ന സമയം മുതൽ ഞാൻ 2 ലാക്കാണ് എൻ്റെ ക്യാപിറ്റൽ. അതായത് ഒരു ട്രേഡിൽ എനിക്ക് ലോസ് വരികയാണ് 4,000 5,000. അതായത് ക്യാപിറ്റലിൻ്റെ 2% കൂടുതൽ ലോസ് വരുത്താറില്ല. ഓക്കെ, ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. നമുക്ക് എക്സിറ്റ് ചെയ്യാം. എക്സിറ്റ് കൊടുത്തിട്ടുണ്ട്, പൊസിഷൻ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് അവിടെ ആ ഇൻറ്റു ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി, പൊസിഷൻ ക്ലോസ് ആയിക്കോളും. പിന്നെ നമുക്കിവിടെ ഞാൻ പറഞ്ഞ പോലെ ക്യാപിറ്റൽ എപ്പോഴും ശ്രദ്ധിക്കണം. ക്യാപിറ്റൽ നമ്മുടെ ക്യാപിറ്റലിൻ്റെ 2% അല്ലെങ്കിൽ 3% താഴെ ഒരു ട്രേഡിൽ പോലും അത്ര വലിയ ലോസ് വരുത്തരുത്. അതായത് ചെറിയ എമൗണ്ടൊക്കെ വെച്ചിട്ട് ഹൈ ലിവറേജ് എടുത്തിട്ട് ട്രേഡ് ചെയ്യരുതെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇമോഷൻസിനെ ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് പാട് വരും ഇതിൽ. നമ്മുടെ പൊസിഷൻസ് നിങ്ങൾക്ക് കാണാം. നമ്മുടെ നേരത്തെ ട്രേഡിൽ 3,000 ലോസ് വന്നിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഇപ്പോഴത്തെ ട്രേഡിൽ 40,000 ആണ് പ്രോഫിറ്റ്. 1:10 അബവ് ഉണ്ട് അല്ലേ. അതായത് ഇനി നമുക്കൊരു 9 ട്രേഡ് എസ് എൽ അടിച്ചാലും കുഴപ്പമില്ല, പറയാൻ പറ്റില്ല. ഇനി ചിലപ്പോൾ തുടർച്ചയായി 5 ട്രേഡ് എസ് എൽ ആയിരിക്കാം, അല്ലെങ്കിൽ 4 ട്രേഡ് എസ് എൽ ആയിരിക്കാം. നമ്മൾ 5:45 ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. ഒരു സിംഗ്ലോ ഒക്കെ വരാനും ചാൻസ് ഉണ്ട്. പക്ഷേ ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങുകയാണ്, 6 മണിയായി, കളിയുണ്ട്, കളി കാണാൻ പോകണം. അപ്പോൾ അതുകൊണ്ട് എക്സിറ്റ് ചെയ്യാണ്. എക്സിറ്റ് ചെയ്ത്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ട്രെയിൽ ചെയ്തും പോവാം, കുഴപ്പമൊന്നുമില്ല. മാർക്കറ്റ് ലോവർ ലോ ബ്രേക്ക് ചെയ്യാനാണ് ചാൻസ് ഉള്ളത്. കാരണം 32 ഞാൻ പറഞ്ഞില്ല, 32.08 റേഞ്ചിലൊക്കെ ലോവർ ലോ ഉണ്ട്. അതായത് ട്രേഡിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നേരത്തെ പറഞ്ഞു. 50 മിനിറ്റ്സ് IDX എടുത്തു, അതിനുശേഷം ഒരു 5 മിനിറ്റ്സ് IDX എടുത്തു, ലാസ്റ്റ് IDX ട്രേഡ് എടുത്തു, സിങ് സെൽ അടിച്ചു, സിങ് ഹൈ എന്ന് ട്രേഡ് എടുത്തു. ആ ഒരു സിങ് ഹൈ എന്നാണ് ട്രേഡ് എടുത്തത്. അത് നമുക്ക് അത്യാവശ്യം നല്ല ടാർഗറ്റ് ഉണ്ട് അല്ലേ. 1:10 അബവ് ഉണ്ട് ടാർഗറ്റ്. ഞാൻ പറഞ്ഞ പോലെ 32.14 നമ്മൾ എക്സിറ്റ് ചെയ്ത്. നമുക്ക് 32.08 അതായത് സിംഗ് ലോവർ ലോൻ്റെ താഴെ ടാർഗറ്റ് വെക്കാം. ഒരു ട്രെൻഡ് ആ ഒരു പോകാനും പ്രോബിലിറ്റി ഉണ്ട്. പക്ഷേ എനിക്ക് ഓഫീസിൽ നിന്ന് ഇറങ്ങേണ്ട ആവശ്യമുണ്ട്, അതുകൊണ്ട് നമുക്ക് പിന്നെ അധികം വെയിറ്റ് ചെയ്യാൻ വയ്യ. അല്ലെങ്കിൽ ട്രെയിൽ ചെയ്ത് പോകായിരുന്നു. കുറച്ച് നേരത്തെ ഉച്ചക്കൊക്കെ അടിക്കുകയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോൾ പോസിബിലിറ്റി ആണ്. ഈ ഒരു ഏരിയ ഞാൻ പറഞ്ഞത് 32.07 റേഞ്ച് വരാൻ സാധ്യതയുണ്ട്. കുഴപ്പമില്ല. എന്നാലും ഇതൊരു 50 മിനിറ്റ്സ് ലിക്വിഡിറ്റി ഏരിയയിലാണ് ഞാൻ ഇറങ്ങിയത്. അപ്പോൾ മാർക്കറ്റ് അപ്പ് സൈഡും ഡൗൺ സൈഡും ഒക്കെ പല സമയത്തും അങ്ങോട്ട് പോകും. ട്രെൻഡ് ഡൗൺ ട്രെൻഡാണ്, പക്ഷെ പറയാൻ പറ്റില്ല. ഏതായാലും കുഴപ്പമൊന്നുമില്ല, ലോജിക്കൽ എക്സിറ്റ് തന്നെയാണ്. നമ്മൾ നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഒരു ട്രേഡിൽ. ഓക്കെ, എനിവേ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ XNSൽ ട്രേഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, ഫോറക്സിൽ ഗോൾഡിൽ ട്രേഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കാണാം. XNSൻ്റെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. താങ്ക് യു, ബൈ.